Vedic period of education. വേദിക് പീരീഡ് ശരിക്കും രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. രണ്ടായിട്ട് എന്ന് നമുക്ക് പറയാം. ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഏർലി വേദിക് പീരീഡ്, ലൈറ്റ് വേദിക് പീരീഡ്. ഏർലി പീരീഡ് എന്നുള്ളതും ലേറ്റ് പീരീഡ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ വേദിക് പീരീഡിലുണ്ട്. സോ it is very clear from the term itself. It is something related to Vedas. Vedic period എന്ന് പറയുന്നത് വേദാസുമായി. പലരും പറയാറുണ്ട് ഹിന്ദു റിലീജിയൻ പഠിക്കൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം വേറെ കുറെ റിലീജിയൻ നോക്കാൻ ഒരു ടെക്സ്റ്റ് ഇപ്പം ബൈബിൾ, മുസ്ലിം ഒരു സെൻസിലാണ്, എല്ലാത്തിനും കുറേ ഉണ്ട്. ഖുർആൻ പഠിച്ചാൽ മതി. പക്ഷെ ഹിന്ദു റിലീജിയൻ പഠിക്കുമ്പോൾ എത്ര വേദങ്ങൾ പഠിക്കണം? കുറേ വേദങ്ങൾ, ഇതിനേക്കാളേറെ ഉപനിഷത്ത്, അങ്ങനെ കുറേ 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 കൂടുതലുണ്ട് ശരിക്കും. നോക്കിയിട്ടാണ് പിന്നെ ഇങ്ങനെ കുറേ നോളജ് ഉണ്ട് ഇവിടെ. എന്നിട്ടാണ് ആര് വന്നിട്ട് മെക്കാട് വന്നിട്ട് പരിഹസിച്ചത് പഠിക്കാൻ. ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് സ്റ്റാർട്ടഡ് അറൌണ്ട് 1700 BC. ചെറിയ ഡിഫറൻസ് ഒപ്പീനിയൻസ് ചിലപ്പോൾ ചില ടെക്സ്റ്റുകളിലൊക്കെ കാണാം. അറൌണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. When Aryans came from the Central Asian countries. ആര്യന്മാരാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നത്. അവരാണ് ഒരു വേദിക് പീരീഡിന്റെ സ്റ്റാർട്ടിങ് അതോടുകൂടിയാണ് പറയുന്നത്. ഇത് ശരിക്കും ഞാൻ പിന്നെ അർജുൻ സാറുടെ ടെക്സ്റ്റ് നല്ലൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇത് ജസ്റ്റ് ഒരു ഞാൻ പ്രിപ്പയർ ചെയ്തതല്ല. It is started from around 1700 BC. BC means AD means no. Okay, BC. Some people say that Aryans came from countries like Iran and southern Russia. Some studies says they have came from countries like Iran and southern Russia. Some others say that they have came from Europe. ഞാൻ എത്ര വരെ മാറേണ്ടി വരും? ഓക്കെ ആണോ? ഇത് മാറ്റും. ഇങ്ങനെ ടീച്ചർ വിളി. Some others says that came from Europe and others says that they had been അവിടെ ഇന്ത്യൻസ് ഇൻ ഒറിജിൻ. അവര് ഒറിജിനലി ഇന്ത്യൻസ് തന്നെയാണെന്നുള്ള ഇത് ഹിസ്റ്റോറിയൻസിന്റെ കുറെ അസംഷൻസ് ആണ് അല്ലെ. കുറെ ഒപ്പീനിയൻസ് ഉണ്ടാവും. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹിസ്റ്ററിയെ കുറിച്ച് നമ്മൾ എന്താ പറയാറുള്ളത്? ഹിസ്റ്ററിന്റെ മീനിങ് എന്താ? അങ്ങനെ ഒരു ക്രിറ്റിക്കൽ റീകൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിയാണ്, അവന്റെ കഥയാണ്, ഹർ സ്റ്റോറി. അതിൽ ആരൊക്കെയോ മറച്ചു വെച്ച് കഴിഞ്ഞു എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞാലും സബ്ജക്ടിവിറ്റി അതിനകത്ത് ഉണ്ടാവും. ചിലപ്പോ സബ്ജക്ടിവിറ്റി ഉണ്ടാവും. എന്റെ താല്പര്യം, ഞാൻ എഴുതുന്നത് ഹിസ്റ്ററിയിൽ വരാം. അപ്പൊ ഞാൻ എന്റെ നാടിനെ കുറിച്ച് ഹിസ്റ്ററി എഴുതുകയാണെങ്കിൽ എന്റെ ചില താല്പര്യങ്ങൾ, എനിക്ക് നല്ല താല്പര്യമുള്ള ചില സാധനം ഞാൻ ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ സാധനം അതിനകത്ത് വരാൻ പറ്റും. അപ്പോൾ ഹിസ്റ്ററിന്റെ അകത്ത് പോലും സബ്ജക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററിയിൽ എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ പഴയ കാലത്തെ കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് കിട്ടിയ രേഖകൾ വെച്ച് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സബ്ജക്ട് സ്വതന്ത്രമായി എഴുതുകയാണെങ്കിൽ തന്നെയും ഡിഫറൻസ് ഒപ്പീനിയൻ വരും അതിനകത്ത്.
പിന്നെ മറ്റത് മാനുഷികമായിട്ടും സംഭവിക്കും, ഗൃഹീയമായും സംഭവിക്കും. ഏത് ഈ കടത്തിക്കൂട്ടൽ. Then those who are in favor of the Aryan's invasion theory, Aryan invasion theory, they are of the view, അതായത് ആര്യൻസ് അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറയുന്നവർ പറയുന്നത് Dravidians who had been the inmates of India before the arrival of Aryans. അവർ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ഡ്രവീഡിയൻസ് ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. ആര്യൻസ് കുറെ തിയറികളുണ്ട്. അതിലെ ആര്യൻസ് അവിടുന്ന് വന്നവരാണ്, പുറത്തുനിന്ന് വന്നവരാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് എന്ന് പറയുന്നവർ പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നവർ ഡ്രവീഡിയൻസ് ആണ് എന്നുള്ള ഒപ്പീനിയനാണ് അവർക്ക്. ഫാമേഴ്സ് ഹു ഹാഡ് എനി സോർട്ട് ഓഫ് വാർഫെയർ സ്കിൽസ്, അവർക്ക് യുദ്ധകലകളിൽ നിന്നും വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല. അവർ ഫാമേഴ്സ് ആയിരുന്നു. And Aryans invaded North India and forced Dravidians to move to the southern parts of India. അവർ നോർത്ത് ഇന്ത്യയിൽ ആദ്യം കയറി വന്നു, എന്നിട്ട് സദേൺ പാർട്ടിലേക്ക് അവരുടെ ഡ്രവിഡിയൻസിനൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി മറിച്ചു, ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ അല്ല ഓടിച്ചു അവിടെ. They also keep the view that Dravidians had in worshipping whatever they had seen like trees, stones, etc. അതേപോലെ തന്നെ ഡ്രവിഡിയൻസിന്റെ ഒരു നാച്ചർ ആയിരുന്നു, അവരെന്താണോ കാണുന്നത് അതിനെ അവർ വേർഷിപ്പ് ചെയ്യും. ലൈക്ക് ട്രീസ്, സ്റ്റോൺസ്, മരത്തെ ആരാധിക്കും, ചിലപ്പോൾ ട്രീനെ ആരാധിക്കും, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ശരിക്കും ഈ പിന്നെ ഫെയ്ത്തിന്റെ ഒരു ഹിസ്റ്ററി പറയുന്നിടത്ത് ഈ രണ്ട് ഒപ്പീനിയൻ, എവല്യൂഷൻ പറയുന്നിടത്ത് രണ്ടും പറയുന്നത് കാണാൻ പറ്റും. ഒന്ന് പിന്നെ സാധനം ആദ്യം ഉണ്ടായിരുന്നത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി, അവർക്ക് അത്ഭുതമായി തോന്നുന്നതിനൊക്കെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പിന്നെ വികസിച്ചിട്ടാണ് മോണോതീസം ഉണ്ടായത്. അതായത് ഏകം ഒരു സ്ട്രെങ്ത് ഉണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു കാണാത്ത ശക്തിയുണ്ട് എന്നുള്ള സാധനത്തിലേക്ക് വന്നത്. തിരിച്ചും ഹിസ്റ്ററി ഉണ്ട്. അതായത് ആദ്യം ഉണ്ടായിരുന്നത് അതാണ്, പിന്നെ ഇങ്ങനെ ഇങ്ങനെ വ്യത്യസ്ത സ്ഥലത്തിലേക്ക് പോയപ്പോൾ വ്യത്യസ്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിഭാസങ്ങളൊക്കെ പിന്നെ ചിലത് സിമ്പിളായിട്ടും ചിലതല്ലാതെയും ഒക്കെ ആയിട്ടുള്ള ബിംബം. ബിംബം എന്ന് പറഞ്ഞാൽ ബിംബം എന്ന് പറഞ്ഞാൽ ഇമേജ് എന്നാണ് അർത്ഥം അല്ലെ, ഇമേജ്, ബിംബകൽപ്പന അല്ലെ. അപ്പൊ അതൊരു പിന്നെ സ്ട്രെങ്ത്തിന്റെ, പവർഫുൾ സ്ട്രെങ്ത്തിന്റെ ഒരു പിന്നെ എന്താണ് ആ വേർഡിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് BEd പഠിക്കുന്ന സമയത്ത് ഞാൻ എസ് എൻ കോളേജിലായോണ്ട് അവിടെ സെൻട്രൽ പിന്നെ ക്ലബ് ഉണ്ടായിരുന്നു, ഒരു ശ്രീനാരായണ മെസ്സേജ് ക്ലബിന്റെ ഭാഗമായിട്ട് നമ്മളവിടെ പിന്നെ അവിടെയുള്ള ഗുരുകുലത്തിൽ പോയപ്പോൾ അവിടുത്തെ സ്വാമി എന്ന് ഞങ്ങൾക്ക് എടുത്ത ക്ലാസ് പറഞ്ഞ സാധനം ഇതാണ്. പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞത് ക്ഷേത്രങ്ങളെ പോലും വിമർശിച്ചു, അതൊന്നും പാടില്ല എന്നുള്ളത്. പക്ഷെ ടീച്ചേഴ്സൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ നമ്മൾ സാധാരണക്കാരല്ലേ, അപ്പൊ നമുക്ക് പിന്നെ ഇമേജുകൾ അല്ലെങ്കിൽ അല്ലെ അങ്ങനെയുള്ള സാധനങ്ങൾ കാണുന്നത് ഉണ്ടായാലേ ഭക്തി ഉണ്ടാവൂ. അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു. ആ സ്വാമി പറഞ്ഞത് എന്താന്ന് വെച്ചാല് അത് നമ്മളെ പിന്നെ ആൾക്കാരെ അവരെ നിങ്ങൾ സാധാരണക്കാർ, നിങ്ങൾ ഇത്ര ലെവലിലേക്ക് ഉയർന്നാൽ മതി എന്ന് അവരെ പിന്നെ താഴ്ത്തി, അവരുടെ നിലവാരം അത്രയായാലും മതി എന്ന് പറയുന്ന പോലെയല്ലേ. അപ്പോ ശരിക്കും നമുക്ക് ഒന്നും കാണാതെ ദൈവത്തെ കാണാൻ പറ്റണം എന്നുള്ള ഒരു സാധനമാണ് അവിടെ നമുക്ക് നമ്മളോട് പറഞ്ഞ സാധനങ്ങൾ ഒന്ന് കേട്ടോ. ഒരു സംഭവം പിന്നെ നല്ലൊരു പിന്നെ രസകരമായൊരു സ്ഥലമാണ്. പിന്നെ അവിടെ ആരും പോയിട്ടുണ്ടോ? ശിവഗിരി 2 സ്ഥലമുണ്ട് അവിടെ. പിന്നെ ഗുരുകുലത്തിൽ തന്നെ പോകണം, അപ്പോഴാണ് ശരിക്കും കുറെ നമ്മൾ വേദിക് പീരീഡിലേക്ക് പോയ പോലെ ഫീൽ ചെയ്യും. കുറച്ചുകൂടി പഴയ ഒരു പിന്നെ സമയത്തേക്ക് പോയ പോലെ ഫീൽ. രണ്ടും രണ്ടാണ്. ഇവർക്ക് പൊളിറ്റിക്സ് ഒന്നും ഇല്ല. ഗുരുകുലത്തിലുള്ള സ്വാമിമാര് അവരവരുടെ അപ്പുറത്തേക്ക് പോയ പൊളിറ്റിക്സ് ഒക്കെ വരും. അത് എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണ്. സംതിങ് റോങ് മേ ബി, ശരിയാവാൻ തെറ്റാവാം. They also keep the view that Dravidians had been worshipping. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ആര്യൻസ് ഇൻട്രൊഡ്യൂസ് ഗോഡസ് ആൻഡ് ഗോഡ്സ് ഇൻ ഇന്ത്യ. ആര്യൻസ് ആണ് ഇവിടെ ഗോഡ് അല്ലെങ്കിൽ ഗോഡസ് ആ സാധനങ്ങളൊക്കെ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള അഭിപ്രായം. ഈ സാധനത്തിൽ കുറച്ച് കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഞാനിങ്ങനെ മോണോടോക്ക് ആവണ്ട. ഏത് സബ്ജക്റ്റിലും നിങ്ങൾ ഇത് കുറെ സബ്ജക്റ്റുകളുടെ ഒരു ചേർന്ന സാധനമാണ് ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള മൊത്തത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ അറിയാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ ഈ കഴിഞ്ഞ വർഷത്തെ മുമ്പത്തെ വർഷം ഒരു കുട്ടിയുണ്ടായിരുന്നു. അവളുടെ അനിയനെ, അവള് വരുന്നതിന് മുമ്പ് എനിക്ക്
പരിചയമുണ്ട്. കൂടാളിയുള്ള കുട്ടിയാണ്. പരിചയം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളും ചിലർ കേട്ടു. അമൃത ടി വിയിൽ ഒരു വളരെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അതിൽ ജഡ്ജസിനെ ആ ജഡ്ജ് പറഞ്ഞു പ്രോഗ്രാമിന്റെ പേര് ഓർമ്മ പറഞ്ഞു. ആ അപ്പൊ അതിലെ ആ കുട്ടിയുടെ പ്രസന്റേഷൻ അവളുടെ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ക്ലാസ്സിൽ എപ്പോഴും വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു എന്റെ അനിയനാണെന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് മുമ്പത്തെ വെച്ച് അല്ലെ നമ്മളെ ഭയങ്കര ബേസിക് നോളജ് ആയിട്ടല്ലേ ജഡ്ജസിനെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞത് ഗോഡസ് ആൻഡ് ഗോഡസസ് ഇൻ ഇന്ത്യ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര്യൻസ് ആണെന്നുള്ള അഭിപ്രായമാണ്. So some view that the early Vedic age is from 1000. Most of the historians view the early Vedic age period is start from 100 1500 BC. അതാണ് ടു 1000 BC. 500 വർഷക്കാലാണ് ഉള്ളതാണ് മോസ്റ്റ് ഓഫ് ദ ഹിസ്റ്റോറിയൻസും പറയുന്നത്. 1500 to 500. ഈ ബി സി പറയുമ്പോൾ നമുക്ക് മാറിപ്പോകാൻ പാടില്ല അല്ലെ. ബി സി 500 അടുത്ത് 1500 അടുത്ത് നമ്മളിൽ നിന്ന് പിറകോട്ട് പോകുമ്പോ ഏതാണ് അടുത്ത്? ഇവിടെ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ 500 1500 അടുത്ത്. തിരിച്ച് നമ്മൾ അങ്ങോട്ട് ഒരു ടൈം ബാക്ക് നടക്കുകയാണെങ്കിലേ 500 1500 ബി സി 1 ബി സി 1500 നമ്മളിലേക്ക് കൂടുതൽ അടുത്തത്? 1 ബി സി 1 ബി സി ബിഫോർ ക്രൈസ്റ്റ് അല്ലെ. അതിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ എ ഡി തുടങ്ങിയത്. യേശു ജനിച്ചിട്ട് 2025 വർഷമായി. അതിന്റെ തൊട്ടു മുമ്പത്തെ വർഷം ബി സി 1. അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നവരും നമ്മൾ ദൂരം കൂടുകയാണ് അല്ലെ. അതിന് ശേഷം ഇങ്ങോട്ട് വരും ദൂരം. പിന്നെ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുകയാണ്. 2024 കഴിഞ്ഞിട്ടാണ് അതിന്റെ മുമ്പാണ് 2023. പക്ഷെ അത് AD 1 വരെ അതുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റിവേഴ്സ് ഓർഡർ ആണെന്ന് അർത്ഥം. Actually, the Vedic age itself has been named so on of the scripting of the Vedas. വേദ പീരീഡിന്റെ പിന്നെ പ്രത്യേകത അതിന്റെ പിന്നെ വേദാസ് ബേസ് ചെയ്തുകൊണ്ടാണ് വേദിക് പീരീഡ്. ഒരുപാട് വേദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് അല്ലെ. ഒരുപാട് വേദങ്ങളുണ്ട്. വേദത്തിന് തന്നെ വ്യത്യസ്ത പിന്നെ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഈവൻ അതേപോലെ തന്നെ രാമായണത്തിന് ഇഷ്ടംപോലെ വ്യാഖ്യാനങ്ങളുണ്ട്. മാപ്പിള രാമായണം പോലും ഉണ്ട് അല്ലെ. രാമായണം കേട്ടു. ഫറൂഖ് കോളേജിലെ മലയാള അധ്യാപകൻ അസീസ് തരൂരാണ് ഫ്രം വയനാട്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മാപ്പിള രാമായണം. അതിനെ പിന്നെ മാപ്പിളപ്പാട്ടാക്കിയിട്ട് മാപ്പിള രാമായണത്തെ ആ പുസ്തകം ബേസ് ചെയ്തുകൊണ്ട് രാമായണം മൊത്തം മാപ്പിളപ്പാട്ടുമാക്കി മാറ്റിയിട്ടുണ്ട്. അത് ചെയ്യുന്നത് മോയിൻകുട്ടി വൈദ്യരാണ്. മോയിൻകുട്ടി വൈദ്യരല്ല, പഴയ ഇപ്പോഴത്തെ മലപ്പുറത്ത് തന്നെയുള്ള ഒരു പിന്നെ മാപ്പിളപ്പാട്ട് രചിക്കുന്ന ഒരാള്. അത് മുഴുവനും എന്ത് ചെയ്തിട്ടുണ്ട്? മാപ്പിളപ്പാട്ട് രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. The later Vedic period said to be the age between 1000 BC and 600 or 500 BC. 500 BC. This age is also called the epic period. ചില ടെക്സ്റ്റുകൾ ഇങ്ങനെ 3 വേദിക് പീരീഡ്, എപ്പിക് പീരീഡ്, ഈ ലേറ്റർ ഏർലി വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡ്, അതിന്റെ ഇടയിൽ ഒരു എപ്പിക് പീരീഡ് ഒന്നും കൂടി കാണിക്കുന്ന കാണാം. എപ്പിക് പീരീഡ് ആ വേർഡിൽ തന്നെ ഉണ്ട് അല്ലെ. എന്താണ് എപ്പിക് എന്ന് പറഞ്ഞാൽ? എപ്പിക് ഇതിഹാസം എന്നുള്ള വേർഡ് മീനിങ് ആണ് എപ്പിക്കിനുള്ളത്. അപ്പൊ ഇതിഹാസങ്ങളുടെ കാലം, ഇതിഹാസങ്ങൾ രചിക്കപ്പെട്ട അതിന്റെ ഒരു ഡ്യൂറേഷനാണ്. അത്രയേ ഉള്ളൂ എപ്പിക്. ശരിക്കും ഈ 3 ഫീച്ചേഴ്സ് ഒക്കെ പറയുമ്പോഴും കുറെയൊക്കെ കോമൺ ഫീച്ചേഴ്സ് ആയിരിക്കും. എഡ്യൂക്കേഷൻ ഫീച്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ എപ്പിക്സ് കോൾഡ് രാമായണ ആൻഡ് മഹാഭാരത സ്ക്രിപ്റ്റഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. രാമായണവും മഹാഭാരതവും അത് വേദങ്ങൾ എന്നല്ലല്ലോ പറയാറുള്ളത്, ഇതിഹാസങ്ങൾ എന്നാ പറയാറുള്ളത് അല്ലെ. അപ്പൊ അത് ഉള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു രചന നടന്ന ഒരു കാലഘട്ടത്തെ രാമായണ എപ്പിക് പീരീഡ് എന്ന് പറയുന്നത്. കാരണം ആരാണ് രാമായണം രചിച്ചതാരാ? അങ്ങനെ ചോദിച്ചാൽ ആരെയാ പറയാ? അല്ലെ അല്ലേ? വാൽമീകി അല്ലെ. വാൽമീകിയാണ്. വാൽമീകി മഹാഭാരതമാണ്. വാൽമീകിയെ ചിതൽപുറ്റിൽ തപസ് നടത്തിയല്ലേ? എന്താ ചൊല്ലിയത് കൊണ്ടിരുന്നത്? എന്നിട്ട് അതെന്തായി മാറി?
അങ്ങനെ ഏതായാലും and it is said that during the early Vedic age, there had been no social stratification on the basis of caste, even education, and we had been given to all. അപ്പോൾ ചില സ്റ്റഡികൾ പറയുന്നത് അങ്ങനെയാണ്, ഏർലി വേദിക് പീരീഡിൽ ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് നമ്മൾ ഈ കാസ്റ്റ് വിഭജനമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അതൊക്കെ പിന്നീട് വന്നതാണ്. ഏർലി വേദിക് പീരീഡിൽ ഈ ഒരു കാസ്റ്റ് വിഭജനമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക് ആട്ടോ. നമ്മൾ ആ ഡിബേറ്റിലേക്കൊന്നും കടക്കാതെ കുറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലപ്പോൾ ചർച്ചകളിലൊക്കെ ഈ സാധനങ്ങൾ ഇങ്ങനെ വരും. ഈ അടുത്തപ്പോ ഒരു വർണ്ണാശ്രമ ഡിബേറ്റ് ഒക്കെ നടന്നിരുന്നു തോന്നുന്നു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സനാതന ധർമ്മം അല്ലെ, സനാതന ധർമ്മത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് ആരാ ഡിബേറ്റ് കൊളുത്തി വെച്ചാരാ? കൊളുത്തി വെച്ചത് ആരെയും ഓർമ്മയുണ്ടോ? സ്റ്റാലിൻ അല്ലേ? സ്റ്റാലിന്റെ മകനോ? അവിടുന്ന് തോന്നും ഈ റീസെന്റ് ആയിട്ട് വിത്തിൻ 1 or 2 years തുടങ്ങിയത് പരസ്യമായി സനാതന ധർമ്മത്തെ വിമർശിച്ചു. അപ്പൊ പിന്നെ 2 ദിവസം ഒരാഴ്ച ഷുഹാന റിഷാന SS, നാജിയ SS, പവിത്രയല്ല NS, ജിസ്ന കൊമേഴ്സ്, അവിൻ ഷാ അല്ലെ കൊമേഴ്സ്, നവൽ ധ്യാൻ ഇംഗ്ലീഷ്, ദീപ്തി ഇംഗ്ലീഷ്, അനുശ്രീ ഇംഗ്ലീഷ്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കോളേജ് സമർപ്പിക്കാത്തവർ എത്രയും പെട്ടെന്ന് ഓഫീസിൽ നൽകണം. They are from other universities. മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന്. ഇപ്പൊ അടുത്ത് ഗവൺമെന്റ് ഒരു ഓർഡർ ഇറക്കി. SN കോളേജ്, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടി കേരള യൂണിവേഴ്സിറ്റിയിൽ BEd ചെയ്യാൻ പോയി. അഡ്മിഷൻ കിട്ടി. BEd ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞു ഇവിടെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇഷ്യൂ ആയി. കേരള ഗവൺമെന്റ് ഡയറക്റ്റ് നടത്തുന്നതല്ലേ, അപ്പൊ തന്നെ ഓർഡർ ഇറക്കി. ഗവൺമെന്റ് പറഞ്ഞു എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചിരിക്കണം എന്ന് ഓർഡർ ഇറക്കി. അങ്ങനെ അത് പാസ്സാക്കി. ഞാൻ BEd ചെയ്യുന്ന ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടുന്ന്, ഞാൻ കണ്ണൂരിൽ ഒരു 3-4 പേരെ SN കോളേജ് വർക്കലയിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോയ ദിവസത്തെ ഫസ്റ്റ് അടുത്ത ദിവസം തന്നെയാണെന്ന് തോന്നുന്നു, ഇവിടെ എടൂരുള്ള ഒരു പെൺകുട്ടി ഈ പറഞ്ഞ പോലെ അവിടത്തേക്ക് വന്നു. അഡ്മിഷൻ കിട്ടിയിട്ട് വന്നതാണ്. മെറിറ്റിൽ കിട്ടിയിട്ട് അവിടെ വന്ന് ജോയിൻ ചെയ്യാൻ നോക്കുമ്പോൾ അത് LBS അന്ന് എല്ലാം നോക്കി അല്ല, ഓൺലൈനിൽ ആരാ LBS ഗവൺമെന്റ് സംവിധാനം അവരെ ഏൽപ്പിച്ചതാണ്. അഡ്മിഷൻ കൊടുത്ത ശേഷം അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് അവര് പ്രിൻസിപ്പളും എല്ലാവരും ഓഫീസിൽ നിന്നൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഈ കുട്ടി പ്രൈവറ്റ് ആയിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ പ്രൈവറ്റ് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അഡ്മിഷൻ തരാൻ പറ്റില്ല. അവിടെ ഇന്ന് കരയിലായിരുന്നു. അപ്പോ അങ്ങനെ കുറെ എന്താ പറയാ, ഇത് കാസ്റ്റ് സിസ്റ്റത്തെക്കാൾ ഭീതിയുള്ള കുറെ സിസ്റ്റങ്ങൾ ഉണ്ട് ഇവിടെ. ഇങ്ങനെല്ലാം കുറെ ഇങ്ങനെയുള്ള മാറ്റം. എനിക്കറിയുന്ന എൻ്റെ ഒരു അധ്യാപകൻ, അവര് PhD ചെയ്തത് കൊമേഴ്സിൽ PhD ചെയ്തത് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് JRF കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി PhD. അദ്ദേഹം എനിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ആണെന്ന് തോന്നുന്നു PG ചെയ്യുന്നത്. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PhDക്ക് വേണ്ടിയിട്ട് പോയപ്പോൾ JRF ഉണ്ടല്ലോ, കുറെ മുമ്പ്, അതായത് JRF വളരെ ഈ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുന്ന സമയത്ത്, ഒബ്ജക്റ്റീവ് അല്ല, അന്ന് വളരെ ഇപ്പോഴത്തെ നമ്പർ കിട്ടാറുണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞു ഇവിടെ ഈക്വലൻസ് ഇതല്ല, റെക്കഗ്നൈസ്ഡ് അല്ല നിങ്ങളുടെ PG. അപ്പൊ മൂപ്പര് ഇവിടത്തേക്ക് പോയി, ജാമിയ മില്ലയിലേക്ക് പോയി, അവിടുന്ന് PhD ചെയ്തു. അതുകൊണ്ട് ഒന്നുകൂടി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒന്നുകൂടി നല്ല ഗൈഡിന്റെ കീഴിൽ നല്ല PhD ചെയ്യാൻ പറ്റും. 2 വർഷം മുമ്പ് ഇതേപോലെ ഒരു ഫ്രണ്ടും അസീം റെഡ്ഡി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, അവിടുന്ന് MA എഡ്യൂക്കേഷൻ ചെയ്തു. MEdന് പകരം MA എഡ്യൂക്കേഷൻ. JRF കിട്ടി. PG ചെയ്യുമ്പോൾ നമുക്ക് അതിൽ JRF എഴുതാലോ. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാനാ കൂട്ടിപ്പോയത്. അദ്ദേഹത്തിന് BEd ഇല്ല, MEd ഇല്ല. അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ PhD ചെയ്യാൻ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി നടക്കില്ല. അദ്ദേഹം ഇപ്പം PhD ചെയ്യുന്നത് ജാമ്യം.
അപ്പോൾ പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ജെഎൻയു കഴിയുമ്പോൾ അവർക്ക് PhD ചെയ്യാൻ എൻട്രൻസ് എഴുതിയിട്ട് കിട്ടണം എന്നേ ഉള്ളൂ, രണ്ടിടത്താണ്. അപ്പോൾ നമ്മൾ ഈ പറയുമല്ലോ അല്ലെ, പിന്നെ അങ്ങനെ നമ്മളെ ചിലപ്പോഴൊക്കെ ചില സാധനങ്ങളൊക്കെ നമ്മൾ ഈ പിന്നെ എന്താ പറയാ, നമ്മളെ അല്പത്തരം പിന്നെ വലിയ അധികാരമായിട്ടൊക്കെ മാറുന്ന പോലെ തോന്നുന്ന സംഭവമാണ്. ഉം. ഈ പിന്നെ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ചിലയിടങ്ങളിലൊക്കെ കാണാം. It is that during the early Vedic age, there had been no social stratification. And it is regarded that gradually there emerged the supremacy of Brahmanas and consequently the caste system during the later Vedic age or the epic period. പിന്നീടാണ് ഈ തൊഴിൽ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ. അതായത് ബ്രാഹ്മണാസ് അല്ലെങ്കിൽ ഈ വേദങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പ്രീസ്റ്റ് ഏറ്റവും ഹയർ ക്ലാസ് ആയിട്ടും, പിന്നെ അന്നൊക്കെ ഒരു രാജഭരണ സിസ്റ്റം ആണല്ലോ. അങ്ങനെ രണ്ടാമത് ആര്, രണ്ടാമത് ക്ഷത്രിയ, അവര് സോൾജിയേഴ്സ് ആയിരുന്നു അല്ലെ. അവര് ഭരണം രാജ്യം ഭരിച്ചിരുന്നത് ക്ഷത്രിയരായിരുന്നു. രജപുത്രന്മാരൊക്കെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് എല്ലാവരും പറയാം. അപ്പോ പിന്നെ ക്ഷത്രിയാസ് ആണ് അവർ. ഭയങ്കര ധീരതയുള്ള ഒരാൾക്കാരായിരിക്കും. പിന്നെ വൈശ്യ ശൂദ്രർ അതൊക്കെ പിന്നെ അങ്ങനെ പിന്നെ ഒരു സിസ്റ്റമായി മാറി എന്നാ പറയാം. ശരിക്കും നമ്മുടെ നാഷണൽ പോളിസി, പുതിയ നാഷണൽ പോളിസിയിൽ ഈ വിമർശിക്കുന്നവർ കുറെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, എല്ലാ റിപ്പോർട്ടിനും ഉള്ളതുപോലെ തന്നെ അതിനകത്ത് പിന്നെ ഈ ഒരു ചെറിയ എലമെന്റ് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിന്നെ വളരെ വേഗത്തിൽ തന്നെ ജോബ് ഓറിയന്റഡ് ആയിട്ട് കുട്ടികൾക്ക് പിന്നെ സ്പെസിഫിക്കേഷൻ വേണമെന്നും അങ്ങനെ പിന്നെ അങ്ങനെ ഒരു പിന്നെ സംവിധാനത്തിലേക്ക് പോസിറ്റീവായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ചിലപ്പോൾ അതിലെ നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത് ആ സാധനം പിന്നെ എന്തായി മാറും. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാവരും പിന്നെ എഡ്യൂക്കേറ്റഡ് ആവുന്നു, എല്ലാവരും IAS-കാരാവുന്നു, എല്ലാവരും ശരിക്കും കാസ്റ്റിനെ പ്രസക്തി ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും അല്ലെങ്കിൽ എന്റെ വീട്ടിലെ തൊഴിൽ എന്താ, നമ്മൾ ഈ വളരെ നേരത്തെ തന്നെ ജോബ് എന്നുള്ള സാധനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കുക അപ്പോഴാണ് ഈ കുലത്തൊഴിൽ പോലെ അല്ലെ, ആശാരിയുടെ മകൻ ആശാരിയാവും, അല്ലെങ്കിൽ അങ്ങനെ 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 അവിടെ ചെയ്യും, ചുരുക്കപ്പെടും ചിലപ്പോൾ അല്ലെ. നമ്മളതായ ഒരു വീട്ടിന് ചുറ്റുള്ള അല്ലെങ്കിൽ നമ്മുടെ കോണ്ടസ്റ്റിലുള്ള ജോബിൽ നമ്മൾ കളക്കപ്പെടും. ആ ഒരു പിന്നെ സാധനത്തിന്റെ ഒരു ഡിസ്കഷനിൽ വന്ന സാധനമാണ്. പക്ഷെ ജോബ് ഓറിയന്റഡ് ആവണം എഡ്യൂക്കേഷൻ എന്നുള്ള അടുത്ത കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല അല്ലെ. പണ്ട് വൊക്കേഷണലൈസ്ഡ് ആവണം എന്നുള്ളത് ഗാന്ധിജിയെ പറയുന്ന അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റേഷനിൽ ഏതൊക്കെ രീതിയിൽ വരണം എന്നുള്ളിടത്താണ് തർക്കം. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ജാതി എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ് കേട്ടോ. നമ്മളൊക്കെ ഇന്ത്യയിൽ it is the process of dividing different categories of a society into different strata or layers, hierarchical order on the basis of the origin, belief, ideology. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സമൂഹത്തെ സ്ട്രാറ്റകളാക്കി മാറ്റുന്ന രീതിക്കാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. വ്യത്യസ്ത കാറ്റഗറിയാക്കി മാറ്റുക, ഡിവൈഡ് ചെയ്യുക. During the Vedic age in India, it is said to have existed social stratification on the basis of the origin or birth, and different sections were divided into four castes such as Brahmana, Kshatriya, Vaishya, and Sudra. Sudra എല്ലാവരെയും എഴുതാൻ തോന്നുന്നു ഇംഗ്ലീഷിൽ. നേരത്തെ ഞാൻ പറഞ്ഞ ഡിബേറ്റിലെ ചർച്ചകളിൽ കണ്ടത് രണ്ട് വാദങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. സനാതന ധർമ്മം എന്ന് പറയുന്നിടത്ത് കാസ്റ്റ് സിസ്റ്റം വരുന്നില്ല എന്നുള്ളൊരു വാദവും,
സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ കാസ്റ്റ് സിസ്റ്റം തന്നെയാണ് എന്നുള്ള വാദമായിരുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ആയിട്ട് ചാനലൊക്കെ കണ്ടത്. ടെക്സ്റ്റുകളിലൊന്നും ഞാൻ പോയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ പഠിക്കാം താല്പര്യമുള്ള. സനാതനം എന്ന് പറഞ്ഞ വീടിന്റെ അർത്ഥം എന്താ? ബൈ സനാതനം, ഇത് മീനിങ് ഓഫ് സനാതനം, എറ്റേണൽ എന്നുള്ള ഒരു അർത്ഥമല്ലേ അല്ലെ? എന്നും എന്നും നിലനിൽക്കുന്ന സനാതന മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രൂത്ത്. ട്രൂത്തിനെ കുറിച്ച് നമ്മൾ വേദിക് രീതിയിൽ പറയുന്നില്ല, നമ്മൾ വേർഡ് മീനിങ് വെച്ച് പറയണേ. ട്രൂത്തിനെ കുറിച്ച് ഒരു സനാതന മൂല്യം എന്ന് പറയാം അല്ലെ? സത്യം എപ്പോഴും വേണ്ട ഒരു സാധനമാണ് സത്യം അല്ലെ? ഫോർ കാസ്റ്റ് ഓഫ് ഇപ്പൊ പറഞ്ഞ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ? ഇതൊരു കാസ്റ്റ് എഴുതണമെന്നില്ല, അവിടെ എഴുതിയവർക്ക് എഴുതണമെന്നില്ല കാസ്റ്റുകൾ ഏതാണെന്നുള്ളത്. നമ്മൾ കാസ്റ്റ് ബേസ്ഡ് ഡൈവേഴ്സിറ്റി പറയുന്നു അല്ലെ? ഡൈവേഴ്സിറ്റി പറഞ്ഞിരുന്നു. Or caste Brahmins, they are priests or teachers religious rituals giving advice to the rulers. Kshatriyas, various rulers safeguarding the kingdom. We Vaishyas, farmers, traders, merchants. Shudras, laborers, peasants, serving the upper caste people. ഈ സാധനങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ, ഈ കാസ്റ്റിന്റെ എല്ലാം പ്രശ്നമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള തീമുകളുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊരു എമ്പതറ്റിക് ആവും അല്ലെ? എമ്പതറ്റിക് ആവണം. അപ്പോഴാണ് പിന്നെ നമുക്ക് അതിന്റെ പ്യൂരിഫിക്കേഷൻ നടക്കുക. കുറെ സാധനങ്ങളുണ്ടല്ലോ ഇത്, കഥാസിസ്, പിന്നെന്താ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ അല്ലെ? പ്യൂരിഫിക്കേഷൻ അല്ലെ? മൈൻഡ് നടക്കും. അതായത് നമ്മുടെ ഈ വായന കൊണ്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ ഇനി വിഷ്വൽ ആണെങ്കിലും വിഷ്വൽ റീഡിംഗ് ആണെങ്കിലും ബുക്ക് റീഡിംഗ് ആണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അതിലെ കഥാപാത്രമായിട്ട് അല്ലെ മാറും. അങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് പിന്നെ എന്താ പറയാ, നമ്മളെ പ്യൂരിഫിക്കേഷൻ ഉണ്ടാവുക. നമ്മള് അയാളായി മാറി, അയാളുടെ പ്രശ്നം എന്റെ പ്രശ്നമായി മാറുക. ഇങ്ങനെ നടക്കുമ്പോഴാണ് അവരുടെ മനസ്സ് ചൂടി നന്നാവുക. അതിനു വേണ്ടിയാണ് വായിക്കാൻ പറയുന്നത്. ഇതിലെ ആദ്യത്തെ 3 വിഭാഗത്തിനും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് വിഭാഗത്തിന് എഡ്യൂക്കേഷൻ ഉണ്ടായില്ല. ആണ് എഡ്യൂക്കേഷൻ ഉണ്ടായി. ഏകലവ്യൻ ഏത് കാലത്ത് ജീവിച്ചാളാ? ഓടിച്ചു. ഏകലവ്യൻ മഹാഭാരതം എപ്പിക് പീരീഡിൽ ജീവിച്ച ആളാണ്. എങ്ങനെയാണ് അയോധനകല പഠിച്ചത്? ദ്രോണാചാര്യരുടെ അടുത്ത് പോയി പഠിക്കാൻ ചോദിച്ചു. അപ്പൊ ആ സമയത്ത് പിന്നെ സമ്മതിച്ചില്ല. കാരണം ഈസ് ഫ്രം ലോ കാസ്റ്റ്. അങ്ങനെ സമ്മതിക്കാതിരുന്നപ്പോ എന്ത് ചെയ്തു? ദൂരെ നിന്ന് കണ്ടു പഠിച്ചു. പിന്നെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചു, ചിത്രം ഉണ്ടാക്കി വെച്ചു, അങ്ങനെ പഠിച്ചു. അങ്ങനെ ഒരു ദിവസം അർജുനന്റെ ആ സംഭവമൊക്കെ അറിയാലോ അല്ലെ? അതായത് ഒരു പക്ഷിയെ അല്ലെ അമ്പ് ചെയ്യാൻ പറയാനൊക്കെ പറഞ്ഞു. ദ്രോണാചാര്യ ആ ഏകാകൃതിയുടെ സാധനം. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ദിവസം കാട്ടിലെ, അപ്പോ ദ്രോണ പറഞ്ഞിരുന്നു, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വില്ലാളി വീരൻ അല്ലെങ്കിൽ ഏറ്റവും അർജുനനാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാട്ടിൽ ഒരു ദിവസം പോയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആ ദിവസം
വേറെ ഒരു മാൻപേടിയോ മറ്റോ അല്ലെ അമ്പ് വളരെ തറഞ്ഞിട്ട് കാണും. അപ്പോ അതിന്റെ ആക്യുറസി ഇത് ആര് ചെയ്തതാന്ന് അന്വേഷിച്ചു പോകുമ്പോ ഇങ്ങനെ ഒരു ഏകലവ്യനെ കണ്ടെത്തും. അപ്പൊ ഗുരുവിന്റെ അടുത്ത് വന്ന് പറയും, ഞാനാണല്ലോ ഏറ്റവും വലിയവെന്ന് പറഞ്ഞത്, അപ്പൊ എന്നേക്കാൾ വലിയ ആള് വേറെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഏകലവ്യനെ കാണാൻ ദ്രോണർ ക്ഷണിക്കുന്നു. ക്ഷണിച്ചിട്ട് നടക്കുന്നതാണ് ഏറ്റവും ക്രൂരമായ അല്ലെ, നമുക്ക് വായിക്കാൻ ഇഷ്ടമല്ലാത്ത കാര്യം. എന്നിട്ട് ദ്രോണർ എന്ത് ചെയ്യുന്നു? ഗുരുദക്ഷിണ ആവശ്യപ്പെടുന്നു. ഗുരുദക്ഷിണയായിട്ട് ചോദിച്ചത് പെരുവിരലാണ്. കാരണം പെരുവിരൽ കൊണ്ടാണ് എന്തെങ്കിലേ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഈ സംഗതി, ഈ സ്റ്റോറിന്റെ അല്ലെ ആ ലാസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞ പോലെ എമ്പതറ്റിക് ആവുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും? ഭയങ്കര വിഷമം ഉണ്ടാവും അല്ലെ. പക്ഷെ അതിനേക്കാൾ വലിയ വിഷമം എപ്പോഴും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഈ ദ്രോണരുടെ പേരിൽ എന്തൊക്കെ മഹത്വം ഉണ്ടെങ്കിലും ഈ ഒരു കറുപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മൾ പറയാറുണ്ടല്ലേ ബ്ലാക്ക് ഷർട്ട്, ബ്ലാക്ക് ഡ്രോട്ട് ഇൻ എ വൈറ്റ് ഷർട്ട് എന്ന് പറഞ്ഞാൽ ദ്രോണർ എത്ര വലിയ മഹാനാണെങ്കിലും ഈ ചെറിയ കറുപ്പ് ഒരു കറുപ്പ് വലിയ കറുപ്പായിട്ടാണ് നമുക്ക് തോന്നുക അല്ലെ. അപ്പൊ അങ്ങനെയാണ് പിന്നെ ദ്രോണാചാര്യ അവാർഡ് കൊടുക്കാൻ പാടുണ്ടോ? ആർക്കാ ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുന്നത്? ആർക്കാ ദ്രോണാചാര്യ അവാർഡ് ഇന്ത്യയിൽ കൊടുക്കുന്നത്? അർജുന അവാർഡ് ഓക്കെ, നമ്മൾ സ്പോർട്സിൽ ഏറ്റവും നല്ല ആൾക്കാർക്ക് കൊടുക്കാണ് അന്നത്തെ കാലത്തുള്ള ഒരു സ്പോർട്സിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരാൾക്ക്. പക്ഷെ ദ്രോണാചാര്യ അവാർഡ് ആർക്കാ കൊടുക്കുന്നത്? ബെസ്റ്റ് കോച്ച് ഇൻ ഇന്ത്യ. പക്ഷെ ഈ ഒറ്റൊരു കാര്യം കൊണ്ട് വേറെ ഏത് ആരെങ്കിലും ഒക്കെ പേരിൽ കൊടുത്താലും ആ പേരിൽ കൊടുക്കാൻ പാടില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും അല്ലെ. ഏതായാലും വിദ്യാഭ്യാസം അതൊരു ഈ അയോധന കല എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസം ആയിരുന്നു അല്ലെ. അത് പഠിക്കാൻ പാടില്ലാത്തവരുണ്ടായിരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളല്ലേ ഈ കാലത്ത് നമ്മൾ ജീവിച്ചത് എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. പുരുഷാർത്ഥ ആൻഡ് ആശ്രമസ് ഡ്യൂരിങ് ദ വേദിക് ഏജ്. വാട്ട് ഈസ് പുരുഷാർത്ഥ എന്ന് മാത്രം ചിലപ്പോൾ വൺ വേർഡിനെ ചോദിക്കാം. ഒബ്ജക്റ്റീവ്സ് ഓർ എയിംസ് ഓഫ് ലൈഫ് ഡ്യൂരിങ് വേദിക് ഏജ്. പുരുഷ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്, അർത്ഥം എന്ന് പറഞ്ഞാൽ പേർപ്പസ്. അർത്ഥം, അർത്ഥം എന്നുള്ളതിന് മണിയും അർത്ഥശാസ്ത്രം. ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ. പുരുഷാർത്ഥ ഒബ്ജക്റ്റീവ്സ്. ഞാൻ ഈ പറഞ്ഞ സ്റ്റോറികളൊന്നും ഞാനൊരു ഒതന്റിക് സോഴ്സ് വെച്ച് പറയുന്നതല്ല കേട്ടോ. എന്റെ പഴയ ബാലരമയും ബാലഭൂമിയൊക്കെയാണ്. പിന്നെ അന്ന് വായനശാലയിൽ പോയിരുന്നാൽ വൈകുന്നേരം മഹാഭാരത കഥകളും അന്നത്തെ ടി വിയിൽ ഉണ്ടാവാറുണ്ട്. അല്ലെ, കറണ്ട് ഉണ്ടെങ്കിൽ ലൈബ്രറിയിൽ എന്താണ് വെക്കുന്നത് നമ്മൾ കാണും. പണ്ട് കാലത്ത് എല്ലാ വീട്ടിലും ടി വി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സോഷ്യലൈസേഷൻ ആയി. കുറേ വീടുകളിൽ കയറിയെന്ന് ടി വി കണ്ടിട്ടുണ്ടാവും. അതൊന്നും ഇന്നത്തെ തലമുറക്ക് അനുഭവം ഉണ്ടാവില്ല. എന്നിട്ട് ചില സമയത്ത് ചില ആൾക്കാരല്ലേ വീട്ടിലെ എന്ത് പോയിട്ട് ഓഫ് ആക്കും, മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ആക്കും. നമ്മൾ കുറേ ആൾക്കാർ വന്നിരിക്കും വീട്ടില്, എന്നിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കറണ്ട് പോയി കാണും. പിന്നെ എന്നിട്ട് ഇത് അറിയുന്നത് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ കളിയായിരിക്കും, വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന ഏകദിന കളി വൈകുന്നേരം 5 മണി വരെ ഉണ്ടാവും. ഇന്ത്യന്റെ ഏകദിന ടെസ്റ്റ് അല്ല ഏകദിന മാച്ച്. ഈ 5 മണി വരെ നമ്മളവിടെ ഇരിക്കുമല്ലോ. അതിന്റെ ഇടയിൽ ലഞ്ചിന് പോകും. അതേ ഉണ്ടാവും. അപ്പൊ ഇവർക്ക് വേറൊന്നും നടക്കൂല. എത്ര ഒരാൾ തന്നെ ഉണ്ടാവും, ഒരു 10-15 ആൾ കുറഞ്ഞുണ്ടാവും. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് ഇത് നമുക്ക് ഒരിക്കൽ എക്സ്പീരിയൻസ് ആയി നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ എന്നിട്ട് പിന്നെ പുറത്തിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കും, കുറച്ച് മാറി നിൽക്കും. അപ്പൊ അവര് രണ്ടാമത് മെയിൻ സ്വിച്ച് ഓഫ് ആകുമ്പോൾ നമ്മൾ കറണ്ട് വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ മുഖത്ത് നോക്കിയിട്ട് വെക്കില്ല എന്ന് പറയുന്നവര് ചിലർക്ക് മടിയുണ്ടാവുമല്ലോ. പിന്നെ ചില വീട്ടിലൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ത്രിവേണി എന്ന് പറഞ്ഞ വീടുണ്ടല്ലോ, അവിടെയുള്ള മാഷ്ക്ക് പിന്നെ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എന്തായാലും പോകും. പിന്നെ നമുക്ക് എന്തായാലും കാണാം. വായനശാല വൈകുന്നേരം ആവണം.
Ashramas are another concept during the Vedic age, which were the different stages of life for ashramas are another concept during the Vedic age, which were the different stages of life for ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട് എന്നാ പറഞ്ഞത് അല്ലെ മനുഷ്യന്റെ ജീവിതത്തിലെ വേദിക് പീരീഡ് ആൻഡ് വേദിക് കോൺസെപ്റ്റ് അനുസരിച്ച് അല്ലെ ലാസ്റ്റ് സ്റ്റേജിന് എന്താ പറയാ ഏതെങ്കിലും ഒരു സ്റ്റേജിന്റെ പേര് പറഞ്ഞ് അറിയുന്നത് സന്യാസം എന്റെ മുമ്പ് ഗൃഹസ്ഥം എന്റെ മുമ്പ് ആ ബ്രഹ്മചര്യം എന്റെ മുമ്പ് ഈ പഠനകാലത്തിന് പറയുന്ന ഗുരുകുലത്തിന് അതുമായി റിലേറ്റഡ് ആണോ ബ്രഹ്മസ്ഥം മൂന്നെണ്ണം പറഞ്ഞു അല്ലെ ബ്രഹ്മസ്ഥം ഗൃഹസ്ഥം സന്യാസം അങ്ങനെ അതായത് ലാസ്റ്റ് ഇവിടത്തേക്ക് പോകണം സന്യാസത്തിന് പോകണം എന്നൊക്കെയാണ് അല്ലെ അവസാനം ഇപ്പോഴത്തെ സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ സന്യാസിയാണ് അല്ലെ അത്രേ ആവശ്യമുള്ളൂ അല്ലെ ചില ദിവസം ട്രൈ ചെയ്ത് നോക്കുക അല്ലെ സമയങ്ങളിൽ സന്യാസിയാവാൻ ഫോർ പുരുഷാർത്ഥാസ് ഓഫ് വേദിക് 4 ലക്ഷ്യങ്ങളാണ് പറയുന്നത് ധർമ്മം അർത്ഥ കാമം റൈറ്റോസ്നെസ് അർത്ഥ വെൽത്ത് ഞാൻ നേരത്തെ പറഞ്ഞു അർത്ഥക്ക് നേരത്തെ പേർപ്പസ് എന്നുള്ള അർത്ഥം പറഞ്ഞ് ഇവിടെ അർത്ഥം എന്നുള്ള വെൽത്ത് എന്നുള്ള അർത്ഥമാണ് ഡിസയർ കാമം സൽവേഷൻ മോക്ഷം സാൽവേഷൻ ഇവിടെയാണ് എല്ലാത്തിന്റെയും അല്ലെ മോക്ഷം കിട്ടുക എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ സാൽവേഷൻ കോൺസെപ്റ്റ് ഉണ്ടാവും യേശു ജനിച്ചതോടുകൂടി നമ്മുടെ സാൽവേഷൻ നടന്നു എന്നുള്ള വിശ്വാസമുണ്ട് ഒരിക്കൽ റഫറൻസ് ഉള്ള ഒരു വിശ്വാസം എല്ലാ മനുഷ്യരുടെയും തെറ്റുകൾ സ്വയം ഏറ്റെടുത്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറൊരു പുനർജന്മ സിദ്ധാന്തമായിട്ടാണ് വേറൊരു ആളായി മാറലോടുകൂടി അല്ലെ അതിന്റെ സാൽവേഷനായി ഈ ലൈഫിൽ ചെയ്ത നന്മ തിന്മയുടെ ഭാഗമായിട്ട് പുനർജന്മം റൈറ്റോസ്നെസ് ധർമ്മ അർത്ഥ കാമ മോക്ഷം ഡിസയർ സന്തോഷം ഉണ്ടാവാൻ ബുദ്ധൻ പറ ബുദ്ധിസ്റ്റ് പീരീഡ് പറയും പഠിക്കണ്ടേ ഡിസയർ ഒഴിവാക്കിയാൽ അല്ലേ ഇതുണ്ടാവും സമാധാനം ഉണ്ടാവും സത്യാർത്ഥി എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാം ആഗ്രഹങ്ങൾ വേണം അത് ബുദ്ധൻ പറയുന്ന ആഗ്രഹം ഉണ്ടാവും പാടില്ല രസം ഉണ്ടാവില്ല അല്ലെ ആഗ്രഹം ഇല്ലെങ്കിൽ ആഗ്രഹം വേണം അത്യാഗ്രഹം ആവാതിരുന്നാ മതി അല്ലേ അത്യാഗ്രഹമൊക്കെ നല്ല ചിലപ്പോ അതും ഒരു രസമാണ് അല്ലെ ഇപ്പൊ നിങ്ങളിങ്ങനെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതായിട്ട് ആഗ്രഹിക്കുക അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയായിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്നതായിട്ട് ആഗ്രഹിക്കുക അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഫീൽഡിൽ അതൊക്കെ രസമാണല്ലോ അല്ലെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ബ്രഹ്മചര്യം ദ ഫോർ ആശ്രമാസ് നേരത്തെ പറഞ്ഞ സാധനം പറയാണ് ഫോർ ആശ്രമാസ് ഉണ്ട് ഞാൻ കരുതിയിരുന്നില്ല സ്റ്റുഡൻഷിപ്പ് ആണ് ഒന്ന് സ്റ്റുഡൻഷിപ്പ് ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻഷിപ്പ് ആണ് ബ്രഹ്മചര്യം ഈ സമയത്ത് അർത്ഥവും കാമ്യം ഉണ്ടാവാൻ പാടില്ല ഡിസയർ ഉണ്ടാവാൻ പാടില്ല സ്വത്ത് ഉണ്ടാവാൻ പാടില്ല അതാണ് ഈ സ്റ്റേജിന്റെ പ്രത്യേകത സ്റ്റുഡൻഷിപ്പ് ഓൾ ദ വേൾഡ്ലി പ്ലഷർ ആൻഡ് വേർഡ്സ് ഈസ് അവേ ഫ്രം ഓൾ ദ വേൾഡ്ലി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ലൗകിക സുഖങ്ങൾ വേൾഡ്ലി പ്ലഷർ എന്ന് പറഞ്ഞാൽ ലൗകിക സുഖങ്ങൾ ഒരു ഈ ഭൗതിക സുഖങ്ങളൊന്നും ലൗകിക സുഖങ്ങളൊന്നും അനുഭവിക്കാൻ പാടില്ല at this stage on learns different aspects of dharma to be followed during the later life കുറെ ധർമ്മങ്ങൾ പഠിക്കും ഈ സമയത്ത് ബ്രഹ്മചര്യ സമയത്ത് ഏറ്റവും വലിയ സാധനം എന്ന് പറഞ്ഞാൽ അല്ലെ ഗുരുവാണ് അതായത് ഗുരുകുലം അല്ലെ അവിടെ ഈ വേദിക് പീരീഡിന്റെ എഡ്യൂക്കേഷൻ നിങ്ങൾ ഒന്നുകൂടി പഠിക്കും ഞാൻ പറഞ്ഞില്ല ഇത് നമുക്ക് മാക്സിമം നമ്മൾ ചുരുക്കി പറയും അതായത് കുറേ ഉണ്ട് ഇതൊക്കെ അപ്പൊ നമുക്ക് കുറച്ച് അത്യാവശ്യമുള്ള പറയാനേ നടക്കും അല്ലെ അപ്പൊ ഗുരുകുല സമ്പ്രദായം അത് പറയും പഠിക്കാനുള്ളതാണ് അത് ചിലപ്പോൾ ഈ സ്ലൈഡിൽ വരും അല്ലെങ്കിൽ ഗുരുകുലം അവിടെ ഗുരുവാണെല്ലാം
കുട്ടി ഉണ്ടാവുന്നത് എവിടെയാണ്? ഒരു എന്താ പറയാ, നമ്മളൊരു താമസമൊക്കെ, അക്കോമഡേഷൻ ഒക്കെ, അങ്ങനെ ഒരു റെസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഗുരുവിന്റെ അമ്മയും ഗുരുവായിരിക്കും, ഇയാളുടെ ഫാദറും മദർ എന്ന് പറയുന്നത്. ഗുരു എന്താണോ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ. ഞാനൊരു വായിച്ചു മറന്നൊരു കഥ പറയാം. അത് ആർക്കെങ്കിലും ഇതിന്റെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം. ഗുരുവുമായി ഒരു ശിഷ്യൻ, അല്ലെ, ഒരു ശിഷ്യനോട് ഒരു ദിവസം ഒരു ഗുരു പറഞ്ഞു, ഒരു വലിയ കിണറുണ്ട്. ആ കിണറിന്റെ പിന്നെ മുകളിൽ ഒരു മരക്കൊമ്പ്. അപ്പൊ ആ മരക്കൊമ്പ് വെട്ടണം. വെട്ടാൻ പറഞ്ഞു ഗുരു. വെട്ടേണ്ടത് എങ്ങനെയാണ് അറിയുന്നത്? ആ മരക്കൊമ്പിൽ ഇരുന്നിട്ട് വെട്ടുന്ന രൂപം ഗുരു പറഞ്ഞതാണോ അറിയില്ല. ഈ പറഞ്ഞ പോലെ പഴയ കഥയാണ്. ഞാൻ പഴയ പണ്ട് വായിച്ചു. അപ്പം ഗുരു പറഞ്ഞത്, ഇപ്പൊ ഇത് മരക്കൊമ്പാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ വെട്ടണം. അങ്ങനെ വെട്ടിയാൽ എന്താ സംഭവിക്കുക? വീഴുന്നത് എവിടെയാ? ആരും റെഡിയാവുന്നില്ല. എല്ലാവർക്കും അറിയാം അതോടെ കഥ കഴിയുന്നുള്ളത്. ശിഷ്യന്മാർക്ക് എല്ലാവർക്കും. ഒരാൾ, കൂട്ടത്തിൽ ഒരു ശിഷ്യൻ അതിന് തയ്യാറാവുന്നു. അയാൾ അങ്ങനെ കയറി വെട്ടുന്നു. വെട്ടിയിട്ട് ആ കുട്ടി താഴോട്ട് പോവാണ്, കിണറിലേക്ക് പോവാണ്. കിണറിന്റെ താഴേക്കങ്ങ് എത്തുമ്പം കുട്ടിക്ക് സംഭവിക്കുന്നത്, അവിടെ ആ കുട്ടിയെ പിടിക്കാൻ ദിവ്യശക്തി ഉണ്ടായിരുന്നു. ശേഷം ആ കുട്ടി വലിയൊരു ദൈവീക കഴിവുള്ള ഒരാളായി മാറണം. അപ്പൊ ഈ ഗുരുവിന് അറിയാം, ഇവനാണിത് ഇവിടെ കയറാൻ പോകുന്നത്, ഇവൻ ഇത് വെട്ടും, ഇത് വെട്ടിയാൽ ഇവൻ താഴോട്ട് വീഴും, താഴോട്ട് വീണാൽ അവിടെ പിടിക്കാൻ ഒരാളുണ്ടാവും, അതോടുകൂടി ഇവൻ എന്തായി മാറും? എന്നേക്കാൾ വലിയ, അല്ലെങ്കിൽ ഒരു പുരുഷനായി മാറും. അറിയാം. അതിന്റെ തീം ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, കഥാപാത്രത്തിന്റെ പേരൊന്നും ഓർമ്മയില്ല. പക്ഷെ അതിന്റെ കോൺസെപ്റ്റ് ഇതാണ്: ഗുരുകുലത്തിലെ ശരി തെറ്റ് എന്നുള്ളതല്ല, ഗുരു പറയുന്നത് അനുസരിക്കുക. അവിടുന്നാണ് ഈ ഗുരുത്തക്കേട് എന്നൊക്കെ നമുക്ക് പറഞ്ഞേ. ഗുരു പറയുന്നത് അനുസരിക്കാതെ ഗുരുത്തക്കേടായി മാറും. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ കുറെ തെറ്റായ സാധനങ്ങളൊക്കെ പൊളിച്ചെഴുതുന്ന ഫസ്റ്റ് പറഞ്ഞ് ആ ടേം തന്നെ വലിച്ചെറിയണം എന്നൊക്കെ പറയുന്നു. ഗുരുത്തക്കേട് എന്ന് പറഞ്ഞ സാധനം തന്നെ. അപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു രണ്ടിന്റെ ഇടയിൽ നിൽക്കാം, അല്ലെ? അവിടത്തേക്ക് അങ്ങോട്ട് പോവും വേണ്ട, എന്നാൽ മൊത്തത്തിൽ ഗുരുവിനെ വലിച്ചെറിയും വേണ്ട, അല്ലെ? ഒരു മിഡിൽ പോയിന്റിൽ നിൽക്കാം. അങ്ങനെയാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കൽ നടക്കില്ല. നമ്മള് ഈ ഞാൻ റിലീജിയസ് ആയിട്ട് കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു നിർദ്ദേശങ്ങളിൽപ്പെട്ട ഒന്നാണിത്. നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശങ്ങളിൽപ്പെട്ട ഒന്നാണ്, നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനെന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ, ഉസ്താദിന്റെ, ടീച്ചറുടെ ന്യൂനതകൾ നമുക്ക് നമ്മുടെ മുന്നിൽ കാണാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഗുരു ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഗുരു എന്ന് പറയുന്ന അധ്യാപകൻ എന്ന് പറയുന്ന അനേകം ന്യൂനതകളുള്ള ആളാണ്. നിങ്ങളിപ്പോ പറയുന്നത് റെസിഡൻഷ്യൽ ആകുമ്പോൾ ഈ അധ്യാപകനെ എന്തായാലും ആര് ചെയ്യും? ഫോളോ ചെയ്തു പോകും ഓട്ടോമാറ്റിക്. അയാളുടെ പോസിറ്റീവും നെഗറ്റീവും കുട്ടികൾ ഫോളോ ചെയ്യും. അപ്പൊ അയാളുടെ പ്രകടമായ ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ ആരിൽ വരും? ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുട്ടികളിൽ വരും. അപ്പൊ നമ്മൾ അവര് പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ശ്രമിക്കേണ്ടതും നന്നാവാൻ. കുട്ടികൾ എന്ത് ചെയ്യണം? അവരെ പ്രശ്നങ്ങൾ കാണാൻ. കാരണം നമ്മൾ അത്ര ഭയങ്കരമായിട്ട് ന്യൂനത കാണുന്ന ഒരാൾ വന്ന് നമുക്ക് ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നും, അല്ലെ? ഒരു ലിസണിങ് ആകെ അവിടെ ഉണ്ടാവുന്ന ഒരു ലിസണിങ് എന്ന് പറഞ്ഞാൽ, ലിസണിങ് കുറെ ടൈപ്പ് ഉണ്ട്, നിങ്ങൾ പഠിക്കും. ഒരു ഭയങ്കര ഒരു എന്താ പറയാ, എതിർക്കുന്ന രീതിയിലുള്ള ഒരു ലിസണിങ് അവിടെ സംഭവിക്കും. ഒന്നും കിട്ടില്ല. റിസപ്റ്റീവ് ആയിട്ടുള്ള ലിസണിങ് അവിടെ സാധ്യമല്ല. രണ്ടാമത്തെ ഫാമിലി ലൈഫ്. ഗൃഹം, അല്ലെ? ഗൃഹത്തിൽ താമസിക്കുന്നത്. A person could have wife and children. He can earn wealth and enjoy all the pleasures, including sexual enjoyment, but still he has to follow dharma even when enjoying artha. രണ്ടാമത്തെ ഘട്ടത്തിൽ അവനിക്ക് ഫാമിലി ജീവിതമാണ്. ആ സമയത്ത് അവനെന്ത് എല്ലാം അവനിക്ക് എൻജോയ് ചെയ്യാം, പക്ഷെ ധർമ്മത്തെ ഫോളോ ചെയ്യും.
നിങ്ങൾ പലരും ബ്രഹ്മചര്യത്തിൽ തന്നെയല്ലേ? ചിലരൊക്കെ ബ്രഹ്മചര്യവും ഗൃഹസ്ഥ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. സ്റ്റുഡൻഷിപ്പും ഫാമിലി. സ്റ്റുഡൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് വേണ്ട സാധനമാണെന്നുള്ള കോൺസെപ്റ്റ് ആണ് അല്ലെ? ഓക്കെ അല്ലേ? ഇനി രണ്ട്, ഒന്ന് വാനപ്രസ്ഥ. വാനപ്രസ്ഥ, ദെൻ സന്യാസം. അപ്പം കുഞ്ഞി നമ്മളെ വായിച്ചാലും വളരും എന്ന് പറഞ്ഞ സാധനം എഴുതിയ കുഞ്ഞണ്ണി മാഷ് എഴുതിയ ഒരു കവിതയിലെ തീം ഇതായിരുന്നു. നമ്മൾ ഇത് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സന്യാസ ജീവിതത്തിലോ വാനപ്രസ്ഥത്തിലോ എവിടത്തേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ സ്വത്ത് പൂർണ്ണമായിട്ടും ഓഹരി വെച്ച് കൊടുക്കാൻ പാടില്ല. പണ്ടൊക്കെ ചിലർക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് തിരിച്ച് വീട്ടിലേക്ക് വരണം തോന്നിയാൽ നടക്കൂല അല്ലെ? മക്കളാണെങ്കിലും സ്വത്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മരിക്കുന്നത് വരെ സ്വത്തിന്റെ കുറച്ച് ഭാഗമെങ്കിലും അവിടെ കയ്യിലുണ്ടാവണം. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ ന്യൂ ജനറേഷന്റെ ട്രെൻഡ് പോലെ ഒരു പറയുന്ന ഒരു സാധനം കൂടിയുണ്ട് കേട്ടോ. അതായത് പിന്നെ എനിക്കറിയില്ല, പുതിയ ജനറേഷൻ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് എന്നാലും പറയപ്പെടുന്നു. എവിടെയോ വാങ്ങിച്ചതാണ്. ഒരു 10-45 വയസ്സിനുള്ളിൽ മൊത്തം സമ്പാദിക്കുക, അത്യാവശ്യം മാക്സിമം സമ്പാദിക്കുക, എന്നിട്ട് റിട്ടയർമെന്റ് ലൈഫ്.